ന്യായമായ കാരണമില്ലാതെ ഒരു പള്ളി പൊളിക്കാനോ കെട്ടിടത്തിന്റെ രൂപം മാറ്റം വരുത്താനോ പാടില്ല. ന്യായമായ കാരണം ഉണ്ടെങ്കിൽ പള്ളിയുടെ കെട്ടിടത്തിന്റെ രൂപം മാറ്റുന്നതും വേണ്ടിവന്നാൽ പള്ളി പൊളിക്കുന്നതും അനുവദനീയമാണ്. ഈ കാര്യം ഫുഖഹാ വിവരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തുഹ്ഫയിൽ വിവരിക്കുന്നു. തുഹ്ഫ 6/283 വലാ യുൻഖളു ഇല്ലാ ഇൻ ഖീഫ അലാ നഖ്ളിഹി ഫയുൻഖൾ. ഇതിന് തുല്യമായ ഇബാറത്ത് ഫത്ഹുൽ മുഈൻ വിവരിച്ചിട്ടുണ്ട്, പേജ് 313. വലാ യുൻഖളുൽ മസ്ജിദു ഇല്ലാ ഇലാ ഖീഫ അലാ നഖ്ളിഹി ഫയുൻഖൾ. അഥവാ വലാ യുൻഖളുൽ മസ്ജിദു, ഒരു പള്ളി പൊളിക്കപ്പെടാൻ പാടില്ല, ഇല്ലാ ഇലാ ഖീഫ അലാ നഖ്ളിഹി, ആ പള്ളിയുടെ മരം, കല്ലുകൾ തുടങ്ങി ആ പള്ളി ഏതൊക്കെ വസ്തുക്കളെ കൊണ്ട് എടുത്തുവോ അത്തരം സാധനം ആ വസ്തുക്കളുടെ മേൽ ഭയപ്പെടുന്ന സന്ദർഭത്തിലേക്ക്, അത് പഴയ പള്ളിയാണ്, പൊളിഞ്ഞു വീകാറായിട്ടുണ്ട്, അങ്ങനെ വന്നാൽ അത് പൊളിക്കാം. അത് ന്യായമായ കാരണമാണ്. ന്യായമായ കാരണം ഇല്ലാതെ പൊളിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അസ്സയ്യിദുൽ അല്ലാമ അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ അബീ ബക്കർ ബിൻ യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ വിശദീകരിച്ച ഒരു മസ്അല ബിഗ്യയിൽ ഉദ്ധരിക്കുന്നു. ബിഗ്യ പേജ് 58-59. എന്താണ് മസ്അല? ഒരാൾ ഒരു വീട് വിലക്ക് വാങ്ങി. ആ വാങ്ങിയ വീട് പള്ളിയായി വഖഫ് ചെയ്യുന്നു. എന്നാൽ അത് സാധുവാണ്, പള്ളിയുടെ നിയമങ്ങളെല്ലാം ആ വീട് അഥവാ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട വീടിന് ബാധകമാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുൽ അല്ലാമ അബ്ദുല്ലാഹ് ബിൻ ഉമർ മഹാനർ വിവരിക്കുകയാണ്, വഹറുമ അലൈഹി വഅലാ ഗൈരിഹി ഹദ്മുഹു വതൗസീഉഹു ഇല്ലാ ലിളറൂറ ഔ ഹാജ. ആ വീട്, വാങ്ങിയ വീട് പള്ളിയായി വഖഫ് ചെയ്തതിനു ശേഷം അവന് ഹറാമാണ്, മറ്റുള്ളവർക്കും ഹറാമാണ് ആ പള്ളി പൊളിക്കുന്നത്. വതൗസീഉഹു, അതിന് വിശാലത കൂട്ടുന്നതും ഹറാമാണ്, കെട്ടിടം ഒന്നും ചെയ്യാൻ പാടില്ല. ഇല്ലാ ലിളറൂറത്തിൻ ഔ ഹാജത്തിൻ, അനിവാര്യതയ്ക്ക് വേണ്ടിയല്ലാതെ, അല്ലെങ്കിൽ ആവശ്യം, ന്യായമായ ആവശ്യം വേണം. ആ ആവശ്യം അല്ലെങ്കിൽ അനിവാര്യത, അതിനുദാഹരണം വിവരിക്കുന്ന മഹാനർക്ക് ഹൗഫി സുഖൂത്തി ജിദാരിൻ, ആ പള്ളിയുടെ ചുമര് പൊളിഞ്ഞു വീകുമെന്ന് ആശങ്കപ്പെടുന്നു, അത് അനിവാര്യതയുടെ ഒരു ഉദാഹരണമാണ്. വബർദ്, തണുപ്പ്, ചൂട്, ഇതിനെ പ്രതിരോധിക്കുക. വളീഖിൻ അലാ നഹവിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾ വർദ്ധിച്ചതുകൊണ്ട് സ്ഥലപരിമിതി, ആ ഒരു ബുദ്ധിമുട്ട്, അതിനെ തടുക്കുക തുടങ്ങിയുള്ള ന്യായമായ കാരണം ഉണ്ടെങ്കിൽ ഫയജൂസു ഹീനൈദിൻ, അപ്പോൾ നിയമപ്രകാരം പള്ളി പൊളിക്കണമെങ്കിൽ പൊളിക്കാം, വിശാലത കൂട്ടണമെങ്കിൽ വിശാലത കൂട്ടാം. ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. വിശാലത കൂട്ടിയാൽ മതിയെങ്കിൽ പൊളിക്കാൻ പാടില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ, ന്യായമായ കാരണമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന്റെ തോതനുസരിച്ച് വേണ്ടത് ചെയ്യാം. ഇത് മഹാനായ അഷേഖുൽ അല്ലാമ മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ യമനി
മഹാനർ വിവരിച്ച ഒരു മസ്അലയും ബഗ്യയിൽ ഉദ്ധരിക്കുന്നു. പേജ് 59. അഥവാ വയജൂസു തൗസീഉൽ മസ്ജിദി വതഗ്യീറു ബിനാഇഹി ബിനഹ്വി റഫ്ഇഹി ലിൽ ഹാജ. പള്ളി വിശാലത കൂട്ടൽ അനുവദനീയമാകും. കെട്ടിടത്തിന്റെ രൂപം മാറ്റം വരുത്തുന്നതും അനുവദനീയമാകുന്നതാണ്. ബിനഹ്വി റഫ്ഇഹി, ആ കെട്ടിടം ഉയർത്തി മുകളിൽ തട്ടെടുത്തുകൊണ്ട് അങ്ങനൊക്കെ ചെയ്യാം, ആവശ്യത്തിനു വേണ്ടി ചെയ്യാം എന്ന് മഹാനർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായമായ കാരണം വേണമെന്നും ന്യായമായ കാരണം ഇല്ലാതെ പള്ളി പൊളിക്കാനോ കെട്ടിടത്തിന്റെ രൂപം മാറ്റി വിശാലത കൂട്ടാനോ ഒന്നും പാടില്ല. അതങ്ങനെ തന്നെ നിർത്തണം. ന്യായമായ കാരണമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുമാണ് എന്ന് ഈ വിവരിച്ചതിൽ നിന്ന് വ്യക്തമായി.